ഈ പെൺകുട്ടി അവൾക്ക് ജന്മം നൽകിയ യഥാർത്ഥ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് അവരെ കണ്ടുമുട്ടുന്നത്. അവൾ കരുതിയിരുന്നത് അവളുടെ അച്ഛനമ്മമാര് അവർ ദത്തെടുത്ത പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവളെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമെന്നായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നാൽ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവളുടെ സ്വന്തം മാതാപിതാക്കൾ അവൾക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ 51% ഷെയർസും അവളുടെ പേരിൽ എഴുതിയ എഗ്രിമെന്റ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇത് കണ്ട പെൺകുട്ടി വല്ലാതെ ഷോക്കാവുന്നു. ഏതോ ഒരു കാരണത്താൽ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞ പെൺകുട്ടിയെ ഒരു ഗുണ്ടാ നേതാവ് ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. ഒരു ഗ്യാങ് ലീഡറിന്റെ മകളായി വളർന്നതുകൊണ്ട് തന്നെ പെൺകുട്ടി കഠിനമായ പരിശീലനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ 18ാമത്തെ ജന്മദിന ദിവസം അവളെ ദത്തെടുത്ത് വളർത്തിയ അച്ഛനാവട്ടെ അവളുടെ യഥാർത്ഥ അച്ഛനമ്മമാരെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവളൊരു ധനിക കുടുംബത്തിലെ അനന്തരാവകാശിയാണെന്നും അടുത്ത ദിവസം തന്നെ അവളുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പൊക്കോളാനും അവളുടെ വളർത്തച്ഛൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി കരുതിയിരുന്നത് അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ദത്തെടുത്ത് വളർത്തിയ പെൺകുട്ടി പല കാരണവശാലും അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും ആ പെൺകുട്ടിയുടെ പദ്ധതികൾ അനുസരിച്ച് അവളെ വീട്ടിൽ വെളിയിലാക്കുമെന്നാണ് അവൾ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി അവരെ നേരിടാനായി ഒരു പദ്ധതി നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. അവരെയെല്ലാം കൈകാര്യം ചെയ്തതിനു ശേഷം അവളുടെ കുടുംബത്തിന്റെ സർവ്വ സൗഭാഗ്യവും സ്വന്തമാക്കി അവളുടെ വളർത്തച്ഛന് നൽകണമെന്നായിരുന്നു പെൺകുട്ടി കരുതിയിരുന്നത്. പക്ഷേ അവൾ കരുതിയ പോലെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. അത്രത്തോളം സ്നേഹത്തോടെയും കരുതലോടെയാണ് അവളുടെ യഥാർത്ഥ അച്ഛനമ്മമാർ അവളോട് പെരുമാറിയിരുന്നത്. അവളെ കാണാനായി ദത്ത് സഹോദരി വെയിറ്റ് ചെയ്ത് മുറിയിൽ ഇരിപ്പുണ്ടെന്ന് തന്നെ അവളുടെ അമ്മ പറയുന്നുണ്ട്. എന്തായാലും അച്ഛനമ്മമാരുടെ ശ്രദ്ധയാകർഷിക്കാൻ തന്നെക്കാട്ടിലും ദത്തെടുത്ത സഹോദരി ശ്രമിക്കുമെന്ന് പെൺകുട്ടി കരുതി. ഇത്രയും വർഷങ്ങളായി ദത്തെടുത്ത മകളെ സ്വന്തം മകളെ പോലെ തന്നെയാണല്ലോ ആ അമ്മ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് നിന്ന് ഒരിക്കലും ആ പെൺകുട്ടിയെ മാറ്റാനായി അവർ സമ്മതിക്കില്ല എന്നാണ് അവൾ കരുതിയത്. തീർച്ചയായും ദത്ത് സഹോദരിയെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് തന്നെ അവളുടെ അമ്മ പറയുന്നുണ്ട് ദത്ത് സഹോദരിക്കായി അവർ ഓൾറെഡി ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ടെന്നും അടുത്ത ദിവസം തന്നെ അവൾ ആ വീട് വിട്ടു പോകുമെന്നും അതുമാത്രമല്ല അവളുടെ കൺവട്ടത്തേക്ക് പോലും ആ പെൺകുട്ടി ഇനി വരില്ല എന്നും പറഞ്ഞ് അവളുടെ അച്ഛനും അവൾക്ക് വാക്കു കൊടുക്കുന്നു. അങ്ങനെ പെൺകുട്ടിയെ അവർ സ്നേഹത്തോടെ തന്നെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവളോട് ക്ഷമ ചോദിക്കാനായി ദത്ത് സഹോദരി ഇപ്പോൾ തന്നെ അവിടെ എത്തുമെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. പെൺകുട്ടി ആവട്ടെ ഈ സമയത്ത് ദത്ത് സഹോദരി ദയനീയമായി അഭിനയിച്ച് അച്ഛനമ്മമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നതൊക്കെ അവൾ മനസ്സിൽ കാണുന്നുണ്ട്. എന്നാൽ ദത്ത് സഹോദരി ആവട്ടെ വളരെയധികം സ്നേഹത്തോടെയാണ് അവളുടെ കൂടെ പെരുമാറിയത്. അവളുടെ ലഗേജ് ഒക്കെ എടുത്തു വെക്കാനായി ഹെൽപ്പ് ചെയ്യുകയും വീട്ടുജോലിക്കാരിയോട് അവൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനും ആവശ്യപ്പെടുന്നു. വീട്ടുജോലിക്കാരിയോട് ഭക്ഷണം പാകം ചെയ്യാൻ പറയുന്നത് കേട്ടപ്പോൾ ദത്ത് സഹോദരി തന്റെ ഭക്ഷണത്തിൽ തീർച്ചയായും വിഷം കലർത്തിയിട്ടുണ്ടാവാം എന്ന് പെൺകുട്ടി കരുതി. പക്ഷെ പെട്ടെന്ന് തന്നെ പരിഭ്രാന്തയായ ദത്ത് സഹോദരിയാവട്ടെ അവൾക്ക് ഏതെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടോ എന്ന് വന്ന് അന്വേഷിക്കുന്നുണ്ട്. ദത്ത് സഹോദരിയുടെ ഈ പ്രവൃത്തി പെൺകുട്ടിയുടെ ഉള്ളിൽ നഷ്ടബോധം ഉണർത്തുകയും ദത്ത് സഹോദരി താൻ കരുതിയതുപോലെ ഒരു പ്രശ്നക്കാരിയല്ലെന്നും വളരെയധികം നിഷ്കളങ്കയാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു.